Assalamu alaikum and welcome to my channel. ഇന്നത്തെ റെസിപ്പി മീൻ പൊള്ളിച്ചതിൻ്റെയാണ്. മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ഡിഷായ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മാരിനേഷന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/2 tablespoon ginger garlic crush ചെയ്തത്, 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തൊരു മാരിനേഡ് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ആവോലി മീനാണ്. ഇത് 1/2 കിലോ ഉണ്ട്. ഇതിലേക്ക് നമ്മളെ മാരിനേഡ് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇത് എന്നിട്ട് അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് 2 സൈഡും കുക്കാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ മീൻ പൊരിച്ച അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടി കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1.5 കപ്പ് ഉള്ളി നീളത്തിലരിഞ്ഞതാണ്. നമ്മൾ കറിവേപ്പില ആദ്യം തന്നെ കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കംപ്ലീറ്റ് ഫ്ലേവർ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതൊക്കെ കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇത് 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡറാണ്. നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമ്മൾ അടച്ചു വെച്ച് തക്കാളി എല്ലാം നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടാവും. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വാഴയില നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഇലയെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു തവ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ വാഴേൻ്റെ ഇല വെച്ച് കൊടുത്തു ഒന്ന് ചെറുതായി വാട്ടിയെടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ഇലയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലീഫിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു തിക്ക് പോർഷൻ നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കാം. ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞാൽ അത് മുറിഞ്ഞു വരും. ഈ പീസാണ് നമ്മൾ പിന്നീട് നമ്മുടെ പാർസൽ കെട്ടാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കളയാതെ വെക്കണം. അങ്ങനെ നമ്മൾ വാഴയിലയുടെ നടുവിൽ നമ്മൾ ചെറിയൊരു പീസ് ഇല വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് മസാല പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മുടെ ബാക്കിയുള്ള മസാലയും കൂടെ വെച്ച് കൊടുക്കാം.
ഇതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി നമ്മൾ നന്നായി ടൈറ്റാക്കിയിട്ട് പാക്ക് ചെയ്യണം. നാട്ടിലാണെങ്കിൽ കുറച്ചും കൂടി ഫ്രഷ് വാഴൻ്റെ ഇല കിട്ടും. ഇവിടെ ഗൾഫിൽ കുറച്ച് പണിയാണ് നല്ല ഫ്രഷ് ഇല കിട്ടാനായിട്ട്. ഇത് നല്ല ടൈറ്റ്ലി നമ്മൾ പാക്ക് ചെയ്ത് കെട്ടിയെടുക്കണം. ഇനി നമ്മളിത് പൊള്ളിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു തവ ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഈ പാക്കും കൂടെ വെച്ച് കൊടുത്തു. ഇതിനി നമ്മൾ നന്നായി ഒന്ന് ബ്രൗൺ കളറ്, രണ്ട് സൈഡിലും ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് പൊള്ളിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സീ ഫുഡ് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ മീൻ പൊള്ളിച്ചത് ഇഷ്ടമായിരിക്കും. അത്ര ടേസ്റ്റി റെസിപ്പിയാണല്ലോ ഇത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എത്രത്തോളം നന്നായി കുക്കായി വന്നിട്ടുണ്ടെന്ന് ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഈ കെട്ട് പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. വാഴൻ്റെ ഇലയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫിഷൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. കറിവേപ്പിലയുടെ എല്ലാം നല്ലൊരു ഫ്ലേവർ, ആ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.